നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ ടച്ച് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കടുകെണ്ണയും തൈരും കൂടി തേച്ചതാണ് കേട്ടോ ഇന്നലെ. ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അല്ലേ, ബ്ലാക്കും ഉണ്ട്. ഇതുണ്ട് എണ്ണ ഒന്നും കണ്ടോ, നെല്ലിക്കപ്പൊടി ഇട്ട കാരണം എണ്ണ ഒരുപാടില്ല കേട്ടോ. ഇത് ആവശ്യത്തിന് എണ്ണമയം ഉണ്ട് താനും. ഈ കടുകെണ്ണ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലും ചില കടകളിലൊക്കെ കേട്ടോ, പലവ്യഞ്ജന കടകളിലൊക്കെ കിട്ടാറുണ്ട്. മിക്കയിടത്തും കിട്ടും കടുകെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ കിട്ടുന്നിടത്ത് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പലവ്യഞ്ജന കടകളിലൊക്കെ ഉണ്ടാവും, അന്വേഷിച്ചോളൂ കേട്ടോ, കടുകെണ്ണ കിട്ടും. പിന്നെ കടുക്ക കിട്ടും. അത് പൊടിച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വേണം വയ്ക്കാൻ കേട്ടോ. കടുക്കത്തൊലി തിളപ്പിക്കണമെന്ന് ചോദിച്ചല്ലോ, അത് ഇടിച്ച് ചതച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം തലമുടി വാഷ് ചെയ്താൽ മതി കേട്ടോ. ഈ കടുകെണ്ണ എന്ന് പറഞ്ഞാൽ കടുകിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കഴിഞ്ഞ ദിവസം. അത് ഈ കടുക്ക വേറെ, കടുക്ക വെള്ളം തിളപ്പിച്ച് മുടി ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. മുടിക്ക് കറുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നെല്ലിക്കപ്പൊടി മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾ പാക്കിൽ കൂട്ടിക്കോളൂ കേട്ടോ, നല്ല റിസൾട്ടാണ്. പിന്നെ ഈ നെറ്റി കയറണമെന്ന് പറഞ്ഞു അല്ലേ, നേരത്തെ മുടി ഉണ്ടായതാണോ മുടി പോയതാണോ? അലോവര ഉണ്ടല്ലോ, അത് ഞാൻ അന്ന് കാണിച്ചു തന്ന പോലെ പീസാക്കിയിട്ട് ആ നെറ്റിയിൽ തേച്ച് കൊടുത്തോളൂ കേട്ടോ. തലമുടിയിലും തലോട്ടിലും എല്ലാം തേച്ച് കൊടുത്തോളൂ കേട്ടോ, മുടി വളർന്നോളൂ. ഈ ഫോളിക്കൽസ് ഉള്ളിടത്താണെങ്കിലൊക്കെ രോമം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് കോംബ് ചെയ്യാം കേട്ടോ, ചീപ്പ് വെച്ചിട്ട് കോംബ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അപ്പൊ ഇന്നൊരു പുതിയ താളിയാട്ടോ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാരെങ്കിലും കണ്ടിട്ടില്ല, ഇതാണ് വെള്ളിലം താളി വേണ്ട. മിക്കവർക്ക് അറിയാം. ഇതിന്റെ ഇല വേണ്ട, ഇല പച്ച, അത് കഴിഞ്ഞ് വെള്ള കണ്ടോ, വെള്ള പോലത്തെ ഇല വന്നിട്ട് പൂവ് ഒരു ഓറഞ്ച് കളറായിരിക്കും. അമ്മ കറുപ്പ് മോള് വെളുപ്പ്, മോളുടെ മോളതി സുന്ദരി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. പൂവെല്ലാം കായായിപ്പോയി കണ്ടോ, അത് ഞാൻ കാണിച്ചു തന്നേനായിരുന്നു. പൂവ് ഞാൻ നോക്കി, പക്ഷെ എല്ലാം കായായി പൂവ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഈ തലമുടിയിലുള്ള ചൊറിച്ചിലൊക്കെ ഇല്ലേ, ചൊറിച്ചില്, പിന്നെ ചൊറി പോലെയുള്ളത്, പിന്നെ കുരുക്കള്, ഇതിനൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. ഈ താളി തേച്ചാൽ മതി. തലയിലെ കുരുവിനും, ചെമ്പരത്തി താളി പറഞ്ഞ പോലെ തന്നെ ഇതാരെങ്കിലും വീട്ടിലുണ്ടെങ്കിലോ അതെല്ലാം പരിസരത്ത് കിട്ടാനുണ്ടെങ്കിൽ ഇത് കളയരുത് കേട്ടോ. മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിന്റെ എല്ലാം എടുത്തിട്ട് നമ്മൾ അരച്ച് താളിയാക്കി തേക്കാം. വെള്ളം ചേർത്ത് അരച്ച് താളിയാക്കി ഉപയോഗിക്കാം കേട്ടോ. തലയിലുള്ള ചൊറിച്ചില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വല്ല ആവർത്തന വിരസത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അതുകൊണ്ടിട്ടാണ് ഈ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ചിലർക്ക് തോന്നും ഈ പറഞ്ഞത് തന്നെ പിന്നെയും പറയണോ എന്താ എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പൊ കേട്ടോട്ടെ, വന്നവരെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടിക്കൊക്കെ. അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും ഉപയോഗിച്ചിട്ടുള്ളവരും ഉണ്ടാവാമായിരിക്കാം കേട്ടോ. എന്നാലും ഇത് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത് എല്ലാം എടുത്തിട്ട് ഇടിച്ചു കഴിഞ്ഞ് വെള്ളം ചേർത്ത് അരച്ചിട്ട് അരിച്ച് താളിയാക്കി തേക്കാം കേട്ടോ. ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ടിപ്സ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. കിട്ടുന്നവരെല്ലാവരും ഇത് ഉപയോഗിക്കണം കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാവരും നന്ദി, നമസ്കാരം, നല്ലത്.